കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് ആരെങ്കിലും ഹാഗാറിനെ പോലെ ജീവിതം മടുത്ത് മാനസികമായി തകർന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ പീഡനം അനുഭവിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ നിരാശയിലും ആകുലതയിലും നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവമായ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഹാഗാർ വഴിമധ്യേ നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കാത്ത കർത്താവ് ദൈവിക പദ്ധതി നിറവേറ്റുവാൻ അവളെയും കാത്ത് ദൂതനെ നിർത്തുകയാണ്. ദൂതൻ ചോദിച്ചു, ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ഹാഗാറിനെ ദൂതൻ കണ്ടെത്തുന്നത് മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അടുത്തു വെച്ചാണ്. സ്നേഹമുള്ളവരെ, ചില മരുഭൂമി അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം, പ്രതികൂല അവസ്ഥകൾ വന്നെന്ന് വരാം. എന്നാൽ മരുഭൂമി അവസ്ഥകളിലും നിനക്ക് വേണ്ടി നീരുറവ സൃഷ്ടിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. സ്നേഹമുള്ളവരെ, നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നാം അറിയണം. എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്നും നാം അറിയണം. നാം വന്നത് കർത്താവിൽ നിന്നുമാണ്. നാം പോകേണ്ടതും ജീവിക്കേണ്ടതും കർത്താവിന്റെ കൂടെയാണ്. നാം ദൈവത്തിന്റെ മകനും മകളും ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്, ജീവിത യാത്രയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ഹാഗാറിനെ കുറിച്ച്, ഹാഗാറിന്റെ തലമുറകളെ കുറിച്ച് ദൈവമായ കർത്താവിന് വ്യക്തമായ പദ്ധതി ഉള്ളതുകൊണ്ട് അവൾ കടന്നു പോകുന്ന മരുഭൂമിയിൽ നീരുറവയുടെ സമീപത്ത് കർത്താവിന്റെ ദൂതൻ കാത്തുനിന്നു. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ധൂർത്തപുത്രനെയും കാത്ത് ഒരു പിതാവ് നിന്നത് നാം തിരുവചനത്തിൽ വായിക്കുന്നുവെങ്കിൽ, നാം തിരിച്ചറിയണം, നമ്മയും കാത്ത് ഒരു സ്വർഗീയ പിതാവ് നിൽക്കുന്നു. ആ കാത്തിരിപ്പ് നാം നശിച്ചു പോകാനല്ല, ദൈവിക പദ്ധതി നമ്മിൽ നിറവേറപ്പെടണം എന്നതുകൊണ്ടാണ്. ഹാഗാർ ആ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ അവൾ ആ ദൈവത്തെ എൽറോയി എന്ന് വിളിച്ചു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം മനസ്സിലാക്കണം, ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ ആത്മീയ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് എന്ന്. നമ്മെ കാണുന്നവനായ ദൈവത്തിന്റെ പദ്ധതികൾ നാം തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും. ദൈവിക ചൈതന്യം നമ്മിൽ വ്യാപരിക്കും. നിന്നെ കാണുന്നവനായ എൽറോയിയായ ദൈവം നിന്നെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. പോലെ സ്നേഹിക്കാൻ ഇല്ല, യേശുവേ പോലെ കരുതാൻ ഇല്ല, യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. ആമേൻ. യേശുവേ ആരാധന, ആരാധന. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ യേശുവിനെ ആരാധിക്കാം. അവിടുത്തേക്ക് നന്ദി പറയാം. അവിടുത്തെ നാമം നമുക്ക് പ്രഘോഷിക്കാം. ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ. ഹല്ലേലൂയ.
യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ ആമേൻ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന നമ്മുടെ ഏകാന്തതയിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ല സ്നേഹിതൻ, നമ്മുടെ രോഗങ്ങളിൽ സൗഖ്യം നൽകുന്ന യഹോവ റാഫ. ആ കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകനെന്നു തോന്നിടുമ്പോൾ യേശു സ്നേഹിതൻ. ഹല്ലേലൂയ. പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ആമേൻ. ഹല്ലേലൂയ. ഈ സ്നേഹം മാറുകില്ല. ഓ എൻ്റെ യേശു. യേശു മാറും. ആമേൻ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ആമേൻ ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയം. ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന ഇന്ന് ദൈവത്തിരുമുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.